CMRL എക്സാലോജി കേസിലെ അന്തിമവാദം വീണ്ടും മാറ്റി ഡൽഹി ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനും SFIOയ്ക്കുമായി അഭിഭാഷകരാരും ഹാജരായില്ല. ജനുവരി 13-ന് വീണ്ടും പരിഗണിക്കും. കേസ് മാറ്റിയിരിക്കുകയാണ്. SFIOയ്ക്ക് വേണ്ടി ആരും ഹാജരാകാത്തതുകൊണ്ടാണ് കേസ് മാറ്റിയതെന്ന് മനസ്സിലാക്കുന്നു. ഡി ധൻസുബോധ് ചേരുന്നു. ധൻസുബോധ്, എന്താണ് കോടതിയിൽ സംഭവിച്ചത്? കോടതിയിൽ നിന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് എടുക്കുമ്പോൾ കേസ് പരിഗണിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ SFIയുടെയോ കേന്ദ്രത്തിന്റെയോ അഭിഭാഷകൻ അവിടെ ഹാജരായിരുന്നില്ല. കാര്യം CMRL ആയിരുന്നു ഹർജി കൊടുത്തിരുന്നത്. ആദ്യം കൊടുത്തിരുന്നത് കേസിൽ പ്രകാരം SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഹൈക്കോടതിയുടെ കുറ്റപത്രം തടയുന്ന ഒരു ഉത്തരവുള്ളപ്പോൾ തന്നെ എറണാകുളത്ത് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതേ തുടർന്നാണ് വിശദമായ വിളിച്ചു വരുത്തുക തുടങ്ങിയ അന്വേഷണത്തിലേക്ക് നടക്കുന്നു. മാത്രമല്ല കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ പറയുന്നു. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന വഴിയാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട വാദം, അന്തിമവാദം ഇന്ന് ആരംഭിക്കേണ്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്താണ് SFIയുടെ അഭിഭാഷകൻ ഹാജരാകാതിരുന്നത്. ഇപ്പോൾ കപിൽ സിബൽ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഇതിന്റെ പേരെങ്കിൽ പോലും ഒരിക്കലും കേസ് നടത്തുന്നത് സീരിയസ് ആയിട്ട് എടുക്കാതെയാണ് SFIO നടക്കുന്നത്. മാത്രമല്ല CMRLന് പോലും ഇപ്പോൾ കേസ് മാറ്റിവെക്കാനാണ് ആഗ്രഹം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. ഏതായാലും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ജനുവരി 13-ന് വീണ്ടും വാദം ഉണ്ടാകും. അന്ന് അന്തിമവാദം നടത്താമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.